ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 288 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം. മാർച്ച് മാസം 1-ാം തീയതിയോടുകൂടി ഞാൻ ബീഹാറിലെ ചില ദിവസങ്ങൾ ശുശ്രൂഷയുടെ ബന്ധത്തിൽ എത്തിച്ചേരാൻ കർത്താവ് സഹായിച്ചു. ഞാനിപ്പോൾ ബീഹാറിലെ മോത്തിഹാരി എന്ന സ്ഥലത്തെ ചില ദിവസങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലെ വചന ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുക. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് ശാസ്ത്രീയമായിട്ട് കർത്താവിൻ്റെ വരവ് ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കുവാനുണ്ടെങ്കിലും കുറച്ചു ഭാഗങ്ങൾ മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ വിരലടയാളത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്നയാൾ തൻ്റെ വിരൽ അടയാളപ്പെടുത്തും. എത്ര കോടി ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വിരലുകളുടെ അടയാളം എല്ലാം ഒരുപോലെയല്ല. കോടിക്കണക്കിനു മനുഷ്യൻ്റെ വിരലടയാളം എല്ലാം വ്യത്യാസമാണ് എന്നുകൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിന് 7-ാമത്തെ വാക്യം, താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിയത്തക്കവണ്ണം സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. ഇതെന്തിനു വേണ്ടിയാണ്? താൻ സൃഷ്ടിച്ച സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടതല്ലേ. നമ്മൾ അടുത്ത കാലത്താണ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ശാസ്ത്രം തെളിയിച്ചത്. നമ്മുടെ ആധുനിക റേഷൻ സംവിധാനം നോക്കിക്കേ. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കാർഡ് കാണിച്ചിട്ട് നമ്മുടെ തള്ളവിരലോ ഏതെങ്കിലും വിരൽ ഞെക്കിക്കഴിഞ്ഞാൽ ഉടനെ ആ സ്ക്രീനിൽ നമ്മുടെ പേര് വരുന്നു. എന്തൊരു മഹാത്ഭുതമാണ്. എന്നിട്ടും ഇന്നും ചില ആളുകൾ വിളിച്ചു പറയുന്നു ദൈവമില്ലെന്ന്. അവന് ദൈവമില്ലായിരിക്കാം, പക്ഷെ ഇപ്പുറത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. സത്യമാണ്, കാരണം ബൈബിൾ സത്യമാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിന് പോലും വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. കാരണം ഈ ബൈബിളിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ 1600 വർഷം കൊണ്ട് എഴുതി പൂർത്തീകരിച്ച ഒരു ബൈബിൾ. അന്നേരം ഇതിൻ്റെ ആരംഭം നോക്കിക്കഴിഞ്ഞാലും അവസാനം നോക്കിക്കഴിഞ്ഞാലും മനുഷ്യന് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒരു നൂലേൽ ഈ മാല കോർക്കുന്നത് പോലെ ഒന്നിനോടൊന്ന് യോജിക്കുന്നതിൻ്റെ കാര്യം മനുഷ്യനാൽ എഴുതപ്പെട്ടതാണെങ്കിലും ഇതെല്ലാം ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുത്തത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യൻ്റെ രക്തവും മൃഗങ്ങളുടെ രക്തവും കളറൊന്നാണ്. കളറൊന്നായതുകൊണ്ട് കാര്യം ഓടുവോ? എന്നാൽ അത് ശാസ്ത്രം കണ്ടുപിടിച്ചു. 1974 ശാസ്ത്രം
ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. 1924 അതെ, ശാസ്ത്രം കണ്ടെത്തി മനുഷ്യൻ്റെ രക്തവും മൃഗത്തിൻ്റെ രക്തവും ഒരു ബന്ധമില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ഈ പരിണാമവാദികൾ അവരുടെ സിദ്ധാന്തം തെളിയിക്കാൻ സാധിക്കും? ഒരു ബന്ധവുമില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുവനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. ഭൂതലത്തിലുള്ള എല്ലാവരെയും വളരെ മനോഹരമായ നിലയിലാണ് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിരിക്കുന്നത്. ഒരുവനിൽ നിന്നും, അഥവാ ഒരു രക്തത്തിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ രക്തവും മനുഷ്യൻ്റെ രക്തവും തമ്മിൽ ഒരു ബന്ധമില്ല. ദൈവം സൃഷ്ടിച്ച ആദാമിൻ്റെ രക്തം നോക്കിക്കേ, ഒരുവനിൽ നിന്നും ലോകത്തിൽ കാണുന്ന സകല മാനവജാതികളും ആദാമിൻ്റെയും ഹവ്വായിയുടെയും സന്തതി പരമ്പരകളാണ് എന്ന് ബൈബിൾ ശക്തമായിട്ട് ലോകത്തോട് പറയും. ഡാർവിൻ എന്നൊരു മഹാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ 15 വർഷം കൊണ്ട് എൻ്റെ സിദ്ധാന്തം ലോകത്തിൽ ഞാൻ വെളിപ്പെടുത്തും. അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിൾ ആർക്കും വേണ്ടാത്ത വേസ്റ്റ് കൊട്ടയിൽ കളയത്തക്കവണ്ണം വിലയില്ലാതാക്കും. താൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. 2 പ്രസ്സുകൾ അദ്ദേഹം അതിനു വേണ്ടി ക്രമീകരിച്ചു. വലിയ കെട്ടിടങ്ങളെ ഗോഡവണാക്കാൻ വേണ്ടി ഒക്കെ ക്രമീകരിച്ചു. പക്ഷേ തൻ്റെ പ്രസ്സിനകത്തെ ഈ സിദ്ധാന്തം അടിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കാതെ വന്നു. ഒടുവിൽ താനൊരു ഉദരരോഗിയായി, മാരക രോഗിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് അവസാനം പറഞ്ഞു, ഒരു നേഴ്സിനോട് പറഞ്ഞു, എൻ്റെ സിദ്ധാന്തം പരാജയപ്പെട്ടു. അദ്ദേഹം അവസാനം നിലവിളിച്ച് മരിച്ചു. ഇത് കണ്ട നേഴ്സ് പറയുന്ന വാക്കുകൾ ഇങ്ങനാണ്: ലോകം മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും എനിക്കൊരു നിരീശ്വരൻ്റെ അന്ത്യം കാണുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്സുകളും ഗോഡൗണുകളെല്ലാം ബൈബിൾ സൊസൈറ്റിക്കാരെ അത് വിലയ്ക്ക് വാങ്ങി. കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതായിരുന്നു അന്നേ കെട്ടിടങ്ങളും പ്രസ്സുകളും ഒക്കെ നിർമ്മിച്ചത്. പക്ഷേ അത് കടം കയറിയിട്ട് ആയിരക്കണക്കിന് ബൈബിൾ ദൈവമില്ല എന്നുള്ള അടിക്കാൻ വേണ്ടിയിരുന്ന പ്രസ്സിൽ നിന്നും ആയിരക്കണക്കിന് 10,000-കണക്കിന് ബൈബിൾ പുറത്തുള്ള കാരണം യേശു ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് മാനവജാതിക്ക് വേണ്ടി ജീവിക്കുന്നു. നമ്മുടെ കർത്താവിനെ വിശ്വസിച്ച ഒരുവനും ദൈവമില്ല എന്ന് പറയുന്നില്ല. അവനെ രുചിച്ചറിയുന്നവരുടെ ഉള്ളിനകത്തുനിന്ന് ഒരു ദൈവമുണ്ടെന്നും ഒരു നിത്യതയുണ്ടെന്നും ഈ ലോകമെല്ലാം അവസാനിക്കുന്നതാണെന്നും ഈ ലോകമെല്ലാം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവമക്കൾക്ക് ഉള്ളിൽ അറിയാം. ഇപ്പം നടക്കുന്ന ആ യുദ്ധങ്ങൾ നോക്കൂ, മധ്യപൂർവ്വ പ്രദേശത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നോക്കൂ. ഇത് വിളിച്ചു പറയുന്നു, ലോകം 2 ചേരിയാകാൻ പോവുകയാണ്. ലോകം 2 ചേരിയായിട്ട് ഒരു വലിയ യുദ്ധസന്നാഹത്തിനോട് വരുന്നു. ആരെ പരാജയപ്പെടുത്തുവാൻ? ഒരു കൊച്ചു രാജ്യത്തെ പരാജയപ്പെടുത്തുവാൻ. കൂടി വന്നാൽ 1 കോടിയോളം മാത്രമുള്ളതായ ഒരു കൊച്ചു രാജ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോകം 2 ചേരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. യേശു വരാറായി. സ്നേഹിതരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നല്ലൊരു അവസരമാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.